പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാറായിട്ടുണ്ട്. ഏലക്കൃഷിയാണ്. എല്ലാ വർഷവും അഴുകലൊക്കെ ഉണ്ടാകുന്നതാണ്. എന്താണെങ്കിലും ഈ വർഷം കാര്യമായ അഴുകലൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കായും അത്യാവശ്യം ന്യായമായ കായുണ്ട്. വില കൂടിയൊന്നും ഉയർന്നിരുന്നെങ്കിൽ പാവപ്പെട്ട ഏലം കർഷകരുടെയൊക്കെ സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ. കഴിഞ്ഞ വർഷം പൊതുവിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കർഷകരും തകർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിനെ പിടിച്ചു നിർത്താൻ ഈ വർഷം കുറച്ചെങ്കിലും വില കൂടിയാൽ മാത്രമേ ഈ പ്രസ്ഥാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഏലം കൃഷിയൊക്കെ മാറ്റി നെല്ലോ കവുങ്ങോ തെങ്ങോ ഒക്കെ വെക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. തെങ്ങാണെങ്കിൽ ഇപ്പം റെക്കോർഡ് വിലയിലേക്ക് കടന്നിരിക്കുക. തേങ്ങയ്ക്ക് 100 രൂപയോളം എത്തിയിരിക്കുന്നു. എന്താണെങ്കിലും നാളെ മുതൽ കായെടുക്കൽ പരിപാടിയിലേക്ക് കിടക്കാം എന്നുള്ള കണക്കൂട്ടിൽ നിൽക്കുന്നു. വർഷം കഴിഞ്ഞ വേനൽ കുറേയേറെ ഉണങ്ങിപ്പോയി. എന്നിരുന്നാൽ തന്നെയും പുതിയ ഏലച്ചിമ്പുകൾ പോലെ ആണ് വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചരത്തിന് വളരെ നീളക്കുറവാണ് ഈ പ്രാവശ്യം. ആ കായ മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ വർഷം ചരങ്ങൾ ഒരുപാട് നീളം കുറഞ്ഞിട്ടുണ്ട്. ഉൽപ്പാദനം ഈ വർഷം ഉണ്ടാകാൻ പറ്റിയ രീതിയിലുള്ള കാലാവസ്ഥയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല തണുപ്പും അതുപോലെ തന്നെ മഴയും ഒക്കെ. വേനൽക്ക് ഇച്ചിരി നേരത്തെ തന്നെ മഴ തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഈ വർഷവും എല്ലാവരും തകരേണ്ടതാണ്. പൊതുവിൽ ഗവൺമെൻറ്റുകൾ നമുക്ക് വേണ്ടി, പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി, ഏലം കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും വിലയെ സ്റ്റഡിയാക്കി നിർത്തുന്ന ഒരു സംവിധാനം എത്തിയെങ്കിൽ മാത്രമേ കൃഷിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ കൃഷിക്കാരെല്ലാം ആയുധം താഴെ വെച്ച് കീഴടങ്ങേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഞെള്ളാനിയാണ്. പിന്നെ അവിടെ കുറച്ച് പുതിയ വേറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ബിരുദാളിയാണ് വെച്ചിരിക്കുന്നത്. ചരത്തിനെല്ലാം വളരെ നീളക്കുറവാണ്. അല്ലെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമായതുകൊണ്ട് ഇപ്പോഴും പൂ വിടരുന്നുണ്ട്. കായ്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കർക്കിടകം ആകുകയാണ്. കർക്കിടകത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ പിന്നെ മഴയും അതിശക്തമായ കാറ്റത്ത് ഈ കാണുന്ന ഇതുപോലെ ആദായമായിട്ട് നിൽക്കുന്ന ചെടികളെല്ലാം ചിമ്പെല്ലാം ഒടിഞ്ഞ് തകർന്ന് കായ്കളെല്ലാം നശിച്ചു പോകാനാണ് സർവ്വസാധാരണമായിട്ട് കാണുന്നത്. ഈ വർഷം ഇച്ചിരി നേരത്തെ തന്നെ കാറ്റ് വീശി കുറേയേറെ തകർന്നു ജനങ്ങളുടെ തോട്ടങ്ങൾ. ഇനിയും ഒരു അതിശക്തമായ കാറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉള്ള കൃഷികളെല്ലാം നശിച്ച് കർഷകൻ കടക്കിണിയിലാകുകയും ആത്മഹത്യയിലേക്ക് കിടക്കേണ്ട അവസ്ഥകളിലാണ് എത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഗവൺമെൻറ് കർഷകരെ കാണുന്നില്ല. കാര്യം തന്നെ നമ്മുടെ രാജ്യത്ത് എത്രയേറെ കൃഷിഭവനുകൾ, സ്പൈസസ് ബോർഡുകളൊക്കെ ഉണ്ട്. എത്ര കോടി രൂപ അവർക്ക് ശമ്പളം മാസാമാസം കൊടുക്കുന്നു. പക്ഷെ കർഷകന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ ആളുകളെയും പിരിച്ചു വിട്ടുകൊണ്ട് ആ പൈസയുടെ ഒരു 2% അല്ലെങ്കിൽ ഒരു 10% കർഷകന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ കുടുംബങ്ങളെങ്കിലും രക്ഷപ്പെടും. മറിച്ച് വെറുതെ ഗവൺമെൻറ് ജോലിയും വാങ്ങി ശമ്പളവും വാങ്ങിച്ച് കർഷകന് ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് നീങ്ങുന്നത്. എന്തെങ്കിലും വല്ലപ്പോഴും ഒരു പടുതാക്കുളം അല്ലെങ്കിൽ കൃഷിനാശം ഉണ്ടാകുമ്പോൾ, ലക്ഷങ്ങളുടെ നഷ്ടം വരുമ്പോൾ 2000 രൂപ 5000 രൂപ ഇങ്ങനെ ഒരു നഷ്ടപരിഹാരം. ഇതല്ലാതെ കൃഷിഭവനം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉള്ളതായിട്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നാളെ മുതൽ നമ്മുടെ കൃഷി ആദായം എടുക്കുന്നതിൽ കിടക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.